പെരുന്നാളിന് കൂടുന്നതും ഇവിടുത്തെ പെരുന്നാളിന് കൂടുന്നതും അത് 2022 പെരുന്നാളിന് ഞാൻ ഓർക്കായിരുന്നു. സിറ്റി അവന്യൂരിലൂടെയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്നത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. കാരണം അത് അമേരിക്കയിലെ ആദ്യത്തെ ഓർമ്മകളുടെ കൂട്ടത്തിലുള്ള ഒരു ദിവസമാണ് അത്. രണ്ടാം മിഷണറി യാത്രക്കിടയിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു ദീനം പിടിപെടുന്നതായിട്ട് പറയുന്നത്. ആ ദീനം പിടിപെട്ടപ്പോൾ അതിന് മരുന്നിനായി, ശാരീരിക സുഖത്തിനായി, തന്റെ അസുഖം മാറുവാനായി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സമീപിച്ച വൈദ്യന്റെ പേരാണ് ഡോക്ടർ ലൂക്ക്. ആ കൂടിക്കാഴ്ച രണ്ട് വ്യക്തികളുടെ സൗഖ്യത്തിന് കാരണമായി തീരുകയാണ്. ശാരീരികമായി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ശാരീരിക സുഖത്തിലും സെയിന്റ് ലൂക്കിന്റെ ആത്മീക സുഖത്തിനും കാരണമായി തീർന്ന ഒരു കൂടിക്കാഴ്ചയായിട്ട് അത് ഭവിക്കുകയാണ്. അതിനുശേഷം പൗലോസിനെ വിടാതെ പിന്തുടരുന്ന ഒരു സെയിന്റ് ലൂക്കിനെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അതിനുശേഷം അവർ യെരൂശലേമിലേക്ക് വരികയും യെരൂശലേമിൽ കർത്താവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം കുറെ നാൾ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സെയിന്റ് ലൂക്ക്. അങ്ങനെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായിൽ നിന്നും ദൈവമാതാവിൽ നിന്നും കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ നിന്നും നേരിട്ട് പഠിക്കുന്ന ചരിത്ര പഠനവും വീക്ഷണത്തിലൂടെയുമാണ് യേശുവിനെ ലൂക്ക് സമൂഹത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ ഭൂമിയെ കാണുന്നത്. ബൈബിൾ doesn't say that. What does the Bible say? അയാൾക്ക് അപ്പനുറുക്കുകൾ കിട്ടി. അപ്പനുറുക്കുകൾ തിന്നാൻ ആഗ്രഹിച്ചവർ എന്നാണ്. തലവാന മേശയുടെ താഴേക്ക് വീഴുന്ന അപ്പനുറുക്കുകളെങ്കിലും തിന്നുവാൻ ആഗ്രഹിച്ച് എവിടെയാണ് അവൻ ജീവിച്ചതെന്ന് പറയുന്നത്? പടിപ്പുരവാതിൽ കിടന്നവൻ. He was not allowed to come inside. യേശു ഇമാജിനേറ്റീവ് ആയിട്ടുണ്ടാകുന്ന കഥാപാത്രമല്ല, മറിച്ച് അവരുടെ കൂട്ടത്തിൽ യേശു സംസാരിക്കുന്ന ജനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ സാമൂഹികമായി ജീവനോടിരിക്കുന്ന കഥാപാത്രങ്ങളെ തന്റെ കഥയുടെ ഭാഗമാക്കി കൊണ്ടുവരികയും അതുവഴിയായി ജീവിക്കുന്ന സമൂഹത്തിന്, അവർ ജീവിക്കുന്ന സമൂഹത്തിന് ഒരു സന്ദേശം നൽകുകയുമാണ് യേശു ചെയ്യുന്നത്. ക്രിസ്തുവിന് മുമ്പേ ക്രിസ്ത്യാനി ആരാണെന്ന് ആദ്യമേ ഉള്ള ഇൻട്രൊഡക്ഷനും ഒരു ടൈപ്പും ഫോം ചെയ്ത് നമ്മൾ നോക്കി കാണിക്കുന്നത് യോഹന്നാനും യോഹന്നാൻ സ്നാപകനും പരിശുദ്ധ കന്യകമറിയാമും. അതുകൊണ്ടാണ് ലോകത്ത് എവിടെ ആര് കുർബാന ചൊല്ലിയാലും ഈ രണ്ടുപേരുടെ മധ്യസ്ഥത പറഞ്ഞിട്ടേ കുർബാന ചൊല്ലാറുള്ളൂ. എല്ലാ ദിവസവും നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണം. I would say this is the most familiar parable next to the parable of Good Samaritan. നല്ല ശമരിയക്കാരന്റെ ഉപമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് ആണ് ഈ റിച്ച് മാൻ ആൻഡ് ലാസറസ് എന്ന ഈ പാരബിൾ. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗമായതുകൊണ്ട് വീണ്ടും അത് വായിക്കുന്നില്ല. ആ കഥ നമുക്കറിയാം. ധനവാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് പ്രഭുത്വവും ആഠ്യത്വവും ലോകത്തിന് വെളിപ്പെടുത്തി വലിയൊരു കൊട്ടാരത്തിനുള്ളിൽ ജീവിച്ച മനുഷ്യൻ.